ഇവിടെ ഇന്നലെ ഈ പരിക്കേറ്റ ആളെയും കൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് വന്ന ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനുണ്ട്. ആ ഉദ്യോഗസ്ഥനെ തടഞ്ഞു വെച്ചു ആ ജീപ്പിൽ. അദ്ദേഹം ഇപ്പം ആഘാതം ഏറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ ചികിത്സക്കായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. പക്ഷേ അതാണ് ഇന്നലെ പ്രതിഷേധക്കാർ തടഞ്ഞപ്പോൾ ആ വണ്ടിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ഇന്നലെ പകൽ മുഴുവൻ ഈ പരിക്കേറ്റ ആൾ, കാരണം സഹപ്രവർത്തകനാണല്ലോ പരിക്കേറ്റത്, ആ സഹപ്രവർത്തനയും കൊണ്ട് മെഡിക്കൽ കോളേജ് വരെ വന്ന് തിരിച്ചുപോയ ആ ഉദ്യോഗസ്ഥന് ആ തടഞ്ഞു വെച്ചൊരു സമ്മർദ്ദം മൂലം അസുഖം ബാധിച്ച്, ദേഹാസ്വാസ്ഥം ബാധിച്ച് ആശുപത്രിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അത് ഞാൻ പറഞ്ഞത് പ്രശ്നം വഴിമാറിപ്പോവുകയാണ്. അങ്ങനെ വഴിമാറിപ്പോയാൽ നമ്മൾ യഥാർത്ഥ വിഷയം ചർച്ച ചെയ്യാതെ മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്തു പോകും. അതുകൊണ്ട് ദയവായി അവരോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്, നമുക്ക് പരിഹാരമാണ് വേണ്ടത്. നാളിതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നത്തിനും വനം വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ, വനം വകുപ്പ് മന്ത്രി മാത്രമായല്ല ഞാൻ പ്രവർത്തിച്ചത്, ജീവന സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയുള്ളൊരു മന്ത്രി എന്നുള്ള നിലയിലാണ് വനം വകുപ്പ് മന്ത്രി അതിനുശേഷം ഇന്നേ വരെ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളൂ. നാളെയും ആ രൂപത്തിലാണ് പ്രവർത്തിക്കുക. അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവുകയില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കാൻ ഞാൻ കോഴിക്കോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ടെന്നാണ് പറയുന്നത്. അല്ല, ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ടാണല്ലോ കൊണ്ടുവരുന്നത്. ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ. നിങ്ങളെ മുമ്പ് സംസാരിക്കും. ശരി.